ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഫ്രീ ജനറേറ്റിംഗ് എനർജി ആൻഡ് വിത്ത് DC മോട്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫ്രീ എനർജി ആയിട്ട് കിട്ടുന്ന ഒരുപാട് ഐറ്റംസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലൊരു വീഡിയോസിനെ പറ്റി ഞാൻ ഇന്ന് അത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ അതിന് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ ഐറ്റംസാണ് വരുന്നത്, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കിട്ടുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഞാനത് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെമ്പ് കമ്പി, കോപ്പർ വയർ എടുത്തതിന് ശേഷം ആ കമ്പി ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു റോളാക്കാൻ വേണ്ടിയിട്ട്, ചെറിയൊരു റോളാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇതിൻ്റെ മേലെ ചുറ്റിയെടുക്കുന്നു. ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ശേഷം ഒരു മരത്തിൻ്റെ ഒരു പലകയാണ് എടുക്കുന്നത്. ഞാനൊരു തൽക്കാലം ഒരു കാലിയൊരു ബോക്സ് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എടുത്തതിന് ശേഷം ഇതുപോലത്തെ ചെറിയൊരു മരത്തിൻ്റെ പീസ്, ഇത് മരത്തിൻ്റെ പീസല്ല, ഇത് ചെറിയൊരു ടൈലിൻ്റെ പീസാണ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അവരിതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കും. അതിന് ശേഷം 2 മാഗ്നറ്റ് എടുക്കുന്നു, സാധാ 2 മാഗ്നറ്റ്. അപ്പോൾ അതിൽ ആ മാഗ്നറ്റ് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് അവിടെ ഒരു സ്ഥലത്ത് ഒട്ടിച്ചു കൊടുക്കും. ആ രണ്ടാമത്തെ മാഗ്നറ്റും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചതുപോലെ മാഗ്നറ്റ് 2 സൈഡും ഒട്ടിച്ചു കൊടുത്തു. ഒരു മോട്ടർ എടുക്കുന്നു. ഒരു മോട്ടർ എടുത്തതിന് ശേഷം ഈ മോട്ടറും ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു. ശേഷം ആ മോട്ടറിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഒരു ഫാന് അതും ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുക്കും. ഇനി ഈ കോപ്പർ വയറിൻ്റെ പുറമേയുള്ള ഇൻസുലേഷനൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ആ മോട്ടറിലായിട്ട് കണക്ട് ചെയ്യുന്നു. ഇത്രയുമാണ് ചെയ്യുന്നത്. അതിന് ശേഷം ആണ് ട്വിസ്റ്റ്. ഇതിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യേണ്ടതാണ്. ഞാനിത് കൈ കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ആ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ ഈ ഫാന് വർക്ക് ചെയ്യണം. അതാണ് അതിൻ്റെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള കറക്റ്റായിട്ടുള്ള അത് വർക്ക് ചെയ്യണതിൻ്റെ ഉടായ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം, കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അതിൻ്റെ ഉടായ്പ്. അപ്പോൾ നമ്മളെ ഉടായ്പിൻ്റെ അടുത്ത ഭാഗം അവരിതിൽ കാണിക്കുന്ന ഉടായ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കമ്പിയൊക്കെ ആക്കി വെച്ച് സെറ്റാക്കി ശേഷം ഇവർ കാണിക്കുന്ന ഉടായ്പകളിൽ ഒന്നാണ് ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്ന സാധ്യത. വെറുതെ ഒരു കമ്പി മാഗ്നറ്റും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെറുതെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ ഒരിക്കലും വർക്ക് ചെയ്യില്ല.
ഒന്നിക്കിൽ ഇതിൽ ഈ കമ്പി അഥവാ ഈ കമ്പി റൗണ്ട് ചെമ്പ് കമ്പി, നമ്മളിതിൽ വെച്ച ചെമ്പ് കമ്പി ഒരു ഫ്ലക്സിനെ കട്ട് ചെയ്യണം. ഈ മാഗ്നറ്റിൻ്റെ ഇടയിൽ വരുന്ന ഫ്ലക്സ്, നോർത്ത് പോള് സൗത്ത് പോള് എന്നുള്ള ഫ്ലക്സ് ഉണ്ടല്ലോ, അതിനെ വളരെ സ്പീഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കറണ്ട് ഉണ്ടാവും. നമ്മൾ മോട്ടറിൻ്റെയും ആർമേച്ചറിൻ്റെയും അതിൻ്റെയൊക്കെ ആ തിയറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് നോക്കിയാൽ മതി. നോർത്ത് പോള് സൗത്ത് പോളിൽ ഫ്ലക്സിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ കറണ്ട് ഉണ്ടാവുള്ളൂ. ചുമ്മാ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യൂല. ഇതിലിപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ പുറകിൽ കൂടെ ഈ രണ്ട് കമ്പി, ഈ കമ്പി റൗണ്ടിൽ ഈ മോട്ടറിൻ്റെ 2 വയർ വരുന്ന ഭാഗത്തേക്ക് ഞാൻ ചെറിയൊരു കമ്പി കണക്ട് ചെയ്ത്, ചെറിയ സാധാ കോപ്പർ വയർ തന്നെ, നമ്മളെ വയറിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന വയർ കണക്ട് ചെയ്തതിന് ശേഷം അതിന് ഇവിടെ ഒരു സ്വിച്ചും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാറ്ററിയുടെ അകത്ത്, ഈ പെട്ടിയുടെ അകത്ത് ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ബാറ്ററി ഉണ്ടോ? ഒരു ടോർച്ചിൻ്റെ ബാറ്ററിയാണ്, ബ്രൈറ്റ് ലൈറ്റ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോയിൽ കാണിക്കുന്ന മോട്ടർ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലാണ്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാറ്ററി വെക്കാൻ പറ്റുന്ന മോട്ടറായിരിക്കും. അപ്പോൾ ബാറ്ററി വെക്കാൻ പറ്റുന്ന മോട്ടറായിരിക്കുമ്പോൾ അവരിതിൻ്റെ ഇതിലിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ മോട്ടറും വർക്ക് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ, മാഗ്നറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യും. അല്ലാതെ ഈ മോട്ടർ ഒരിക്കലും വർക്ക് ചെയ്യില്ല. നമ്മൾ കാണിച്ച ഉടായ്പ ഇതാണ്. മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടാ, സ്വിച്ച്. നമ്മൾ കാണിച്ച ഉടായ്പ പരിപാടി ഇതാണ്. ഇതിലെ ബാറ്ററി കൊടുത്ത് 2 മാഗ്നറ്റ് കൊടുത്ത് അതിൻ്റെ ഇടയിലെ കമ്പി ഇങ്ങനെ ചലിപ്പിക്കാതെയോ അല്ലാതെ വെറുതെ ചുമ്മാ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാലും നമ്മളെ ഇത് വർക്ക് ചെയ്യും. ഇതാണ് കറക്റ്റ് ഇതിൻ്റെ യഥാർത്ഥ സെറ്റപ്പ്. ഓരോ വീഡിയോയിൽ ചിലപ്പോൾ മോട്ടർ കൊടുക്കുന്നതോ മോട്ടറിൽ ബാറ്ററി കണക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെമ്പ് കമ്പി ഇതിൻ്റെ ഇടയിൽ കൂടെ കണക്ട് ചെയ്യുന്നതൊന്നും നമ്മൾ ചിലപ്പം കാണാൻ പറ്റില്ല. അത് വെച്ചിട്ടാണ് അവർ ഉടായ്പ കാണിക്കുന്നത്. ഫ്രീ എനർജി എന്നൊക്കെ പറയും. ഒരുപാട് ആളുകൾ ആ വീഡിയോ കാണും, പക്ഷെ ആരും ഇത് ചെയ്ത് നോക്കുകയോ ഇതിനെപ്പറ്റി പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഉടായ്പകളെ തുറന്നു കാട്ടുന്ന മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.